പൈലറ്റുമാരുടെ ഡ്യൂട്ടി സമയത്തിലെ നിബന്ധന DGCA പിൻവലിച്ചു. പ്രതിവാര വിശ്രമത്തിന് പകരം അവധിയാക്കരുതെന്ന നിർദ്ദേശം പിൻവലിച്ചു. വിമാന കമ്പനികളുടെ പരാതിയെ തുടർന്നാണ് നടപടി. പൈലറ്റുമാരുടെ ഡ്യൂട്ടി സമയ നിബന്ധന പരിഷ്കരണ കാരണം ഇൻഡിഗോയുടെ 600-ലധികം സർവീസുകൾ ഇന്ന് മുടങ്ങിയിരുന്നു. PR അരവിന്ദ് വിവരങ്ങൾ നൽകും. അരവിന്ദ്, വലിയ തരത്തിലുള്ള ഒരു പ്രതിസന്ധി വ്യോമയാന മേഖലയിൽ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ സർവീസുകൾ മുടങ്ങിയത് യാത്രക്കാർ പ്രതിസന്ധിയായി. കേരളത്തിലടക്കം ഇത് വലിയ തരത്തിലുള്ള പ്രതിസന്ധി ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഏത് തരത്തിലുള്ള പരിഷ്കരണമാണ് അല്ലെങ്കിൽ ഒരു പരിഹാരമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്? വലിയ പ്രതിസന്ധിയായിരുന്നു കഴിഞ്ഞ 2 ദിവസമായി വിമാനത്താവളങ്ങളിൽ തുടർന്നു വരുന്നത്. ഇൻഡിഗോയുടെ നിരവധി വിമാനങ്ങളാണ് പുതിയ ചട്ടങ്ങൾ വന്നതിന് പിന്നാലെ റദ്ദാക്കേണ്ടി വന്നത്. എന്തായാലും അടിയന്തര ഇടപെടൽ ഇപ്പോൾ DGCA ഭാഗത്തുനിന്ന് ഇപ്പോൾ വിഷയത്തിൽ ഉണ്ടായിരിക്കുകയാണ്. നേരത്തെ ഉണ്ടായിരുന്ന നിർദ്ദേശം ഇപ്പോൾ DGCA പിൻവലിച്ചിട്ടുണ്ട്. പ്രതിവാര വിശ്രമത്തിന് പകരം അവധിയാക്കരുതെന്ന നിർദ്ദേശമാണ് DGCA ഇപ്പോൾ പിൻവലിച്ചിരിക്കുന്നത്. വിമാന കമ്പനികൾ നിരവധി പരാതികൾ ഇതുമായി ബന്ധപ്പെട്ട വ്യോമയാന മന്ത്രാലയത്തിന് നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഒരു ഇടപെടൽ DGCയുടെ ഭാഗത്തുനിന്ന്. കാരണം പാർലമെന്റിലടക്കം ഈ വിഷയം വലിയ രീതിയിൽ ചർച്ചയാകും. പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നടക്കം വലിയ വിമർശനം ഉയരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഡൽഹിയിൽ മാത്രം ഏകദേശം 225-ലധികം വിമാന സർവീസുകളാണ് റദ്ദാക്കിയത്. ഇന്ന് രാത്രി അർദ്ധരാത്രി വരെ ഡൽഹിയിൽ ഇൻഡിഗോ വിമാനങ്ങൾ സർവീസ് നടത്തില്ല എന്നൊരു അറിയിപ്പ് കൂടി ഇപ്പോൾ പുറത്തു വരുന്നു. അതേസമയം രാജ്യവ്യാപകമായി ഏകദേശം 700ഓളം വിമാന സർവീസുകൾ റദ്ദാക്കിയിട്ടുണ്ട്. വലിയ പ്രതിസന്ധിയിലേക്ക് ഇന്ത്യയുടെ വ്യോമയാന വിഭാഗം പോകുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ DGCയുടെ ഇളവ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പൈലറ്റുമാരുടെ രാത്രി ഡ്യൂട്ടി ക്രമീകരണവുമായി ബന്ധപ്പെട്ട പഴയ ചട്ടങ്ങൾ പാലിക്കാമെന്ന് കൂടി ഇപ്പോൾ DGCA വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതുകൂടാതെ തന്നെ പൈലറ്റുമാരോട് ഒരു അഭ്യർത്ഥന കൂടി ഇപ്പോൾ DGCയുടെ ഭാഗത്തു നിന്നുണ്ടായി. പൂർണ്ണമായ ഒരു സഹകരണമാണ് ഇപ്പോൾ പൈലറ്റുമാരോട് DGCA അഭ്യർത്ഥിച്ചിരിക്കുന്നത്. കാരണം വലിയ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അവധിക്കാലമാകുന്ന സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ ഡൽഹിയിൽ കാലാവസ്ഥയടക്കം വലിയ പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു സമയമാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ആവശ്യമെങ്കിൽ സർവീസിന് തിരിച്ചു കയറണമെന്നതാണ് ഇപ്പോൾ പൈലറ്റുമാരോട് DGCA അഭ്യർത്ഥിച്ചിരിക്കുന്നത്. അതേസമയം ഈ കാര്യങ്ങൾ കൃത്യമായി നിരീക്ഷിച്ചു വരുമെന്നും ഇപ്പോൾ DGCA വ്യക്തമാക്കുന്നു. ഇൻഡിഗോയുടെ ഭാഗത്തു നിന്നുണ്ടായ അലംഭാവമാണ് ഇത്തരം ഒരു പ്രതിസന്ധിക്ക് കാരണമെന്ന് ഇൻഡിഗോ തന്നെ നേരത്തെ തുറന്നു പറഞ്ഞിരുന്നു. എന്തായാലും ഈ താൽക്കാലികമായി പ്രശ്നം പരിഹരിക്കുന്നത് വരെയാണ് ഇപ്പോൾ ഒരു ഇളവ് DGCയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. കൃത്യമായ ഏകോപനം ഉണ്ടാകണമെന്ന് കൂടി ഇപ്പോൾ DGCA നിർദ്ദേശിച്ചിട്ടുണ്ട്. പ്രതിവാര വിശ്രമവും അവധിയും 2ആയി നൽകണമെന്ന നിർദ്ദേശം ഇനി ഉണ്ടാകില്ല. കൂടുതൽ പരിശോധനകൾക്കും അതുപോലെ തന്നെ ഈ പ്രതിസന്ധി അടക്കം മാറിയ ശേഷം മാത്രമായിരിക്കും കൂടുതൽ നടപടികളുമായി DGCA മുന്നോട്ട് പോവുക. എന്തായാലും അടിയന്തര പ്രതിസന്ധി ഉണ്ടായതിന് പിന്നാലെയാണ് ഇപ്പോൾ വിഷയത്തിൽ DGCയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. അജി, അപ്പോൾ തന്നെ അരവിന്ദ്, നിരവധി സർവീസുകൾ റദ്ദാക്കിയിരുന്നു. പല സ്ഥലത്തും യാത്രക്കാർക്ക് ആഹാരം പോലും നൽകാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു ഈ വിമാന കമ്പനി അധികൃതർക്ക്. അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള പരാതികൾ ഇവർക്ക് ലഭ്യമായിട്ടുണ്ടോ? അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഏതെങ്കിലും നടപടി ഈ DGCയുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുമോ? അത്തരം നടപടികളായിട്ടൊന്നും DGCA ഇതുവരെ കടന്നിട്ടില്ല. കാരണം രാജ്യവ്യാപകമായി ഇന്ത്യയുടെ സർവീസുകൾ പൂർണ്ണമായും നിലയ്ക്കുന്ന ഒരു സാഹചര്യമായിരുന്നു നിലനിന്നിരുന്നത്. കേരളത്തിലും അതുപോലെ തന്നെ ഹൈദരാബാദിലടക്കം യാത്രക്കാരുടെ വലിയ പ്രതിഷേധം വിമാനത്താവളങ്ങളിൽ ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഇവർക്ക് അടിസ്ഥാനമായ ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് എന്നതാണ് ഇൻഡിഗോ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. എല്ലാവരും സഹകരിക്കണം. കാരണം അപ്രതീക്ഷിതമായി വന്നൊരു പ്രതിസന്ധി എന്ന ഇൻഡിഗോ അല്പസമയം മുമ്പ് ഒരു വാർത്താക്കുറിപ്പും പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇവർക്ക് യാത്രക്കാർക്ക് ടിക്കറ്റ് ക്യാൻസൽ ചെയ്യുന്ന യാത്രക്കാർക്ക് പൂർണ്ണമായ പണം തിരികെ നൽകുമെന്നാണ് ഇൻഡിഗോ വ്യക്തമാക്കിയിട്ടുള്ളത്. മറ്റുള്ളവർക്ക് അടുത്ത ദിവസങ്ങളിലേക്ക് ഈ വിമാന സർവീസുകൾ മാറ്റി നൽകുമെന്നും ഇൻഡിഗോ അറിയിച്ചിട്ടുണ്ട്. വലിയ പരാതികൾ, നിരവധി പരാതികൾ വിവിധ കോണിൽ നിന്ന് ഉയർന്നുവന്നു. കാരണം രാജ്യവ്യാപകമായി 700ഓളം സർവീസുകളാണ് ഇൻഡിഗോ റദ്ദാക്കിയത്. എന്തായാലും ഇൻഡിഗോയുടെ ഭാഗത്തു നിന്ന് ഒരു അലംഭാവം ഉണ്ടായി എന്ന് തന്നെയാണ് ഒരു വിലയിരുത്തലുള്ളത്. DGCA ഇക്കാര്യം പരിശോധിക്കും. പക്ഷേ ഇപ്പോൾ അടിയന്തര പ്രതിസന്ധി അത് മറികടക്കാനുള്ള നീക്കങ്ങളാണ് DGCയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് വിവാദ ഇപ്പോൾ ഉത്തരവ് DGCA താൽക്കാലികമായി പിൻവലിച്ചിരിക്കുന്നത്.